അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇവരുടെ ദുബായ് പെട്ടി പൊട്ടിക്കുന്നതൊക്കെ കണ്ടു. എനിക്ക് കുറെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിലൂടെ കാണുന്നതിലും ഇത്തിരി കൂടെ ആകാംക്ഷ കാണും നമുക്ക് നേരിട്ട് കൈ കിട്ടുമ്പോ. അപ്പൊ എന്റെ സാധനങ്ങളെല്ലാം എനിക്കിന്ന് തരണം. ഞാനെല്ലാം ഇട്ടിട്ട് നോക്കുന്നതായിരിക്കും. ഞാൻ സത്യം പറയട്ടെ, ഞാൻ വന്നപ്പോ എനിക്ക് ഇടാനായിട്ടൊന്നും കൊണ്ടുവന്നില്ല. നിന്റേതെന്ന് പറഞ്ഞ് പറക്കി വെച്ചതൊക്കെ ഞാനാണ് ഇട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ആയി. അത് സെക്കൻഡ് ഹാൻഡ് ആയി. അതാ പറയുന്നത്, നമ്മള് ചില സമയത്ത് ഇവിടെ വേണം. അതെ, ഇല്ല നമുക്ക് പഴയതും കീറിയതും ഒക്കെ കിട്ടുള്ളൂ. ആണ്. അപ്പം ഇന്ന് ഒരു അടിപൊളി വീഡിയോ ആണ്. കുറച്ചേറെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പൊ എല്ലാം ലൈക്ക് അടിച്ചിട്ട് കാണുക. ഞാൻ ഒരാഴ്ച ഇവിടെ കാണും. അപ്പൊ ഒരാഴ്ച ഞാൻ വീഡിയോയിൽ കാണുള്ളൂ. അപ്പം ശ്രീകുട്ടനുണ്ടല്ലേ വീഡിയോക്ക് ഒരു ഉന്മേഷം ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ കിടക്കുന്നതാണ്. എന്തോ ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. അത് ആരോ കള്ളം പറഞ്ഞാണോ എന്നൊരു ഡൗട്ട്. കള്ളമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് നേരെ പോകാം കേട്ടോ. അപ്പൊ ഇവർ പെട്ടി പൊട്ടിക്കുന്ന കണ്ടപ്പോ എനിക്കൊരു സങ്കടമായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം എനിക്ക് തന്നെ കിട്ടുമോ എന്താന്ന് വെച്ചാൽ ആരെങ്കിലും വന്ന് ഞൂണ്ടിക്കൊണ്ട് പോയാലും ഓനൊരു പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. എന്റെ സാധനം ആരെങ്കിലും എടുത്തോണ്ട് പോയാലോ അവനൊരു സങ്കടമുണ്ട്. എനിക്ക് ഏറ്റവും പേടി ഇവിടുത്തെ ചെറുത് എല്ലാവരും എല്ലാം പറഞ്ഞിരുന്നുണ്ട്. കണ്ടു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നൈസായിട്ട് വലിച്ച് അവിടെ അലമാരിക്കത്ത് പോകും. പിന്നെ നമ്മളൊരു സാധനം കാണുകയല്ലോ. കഴിഞ്ഞ ദിവസം ഒരു ബനിയൻ എടുത്തോണ്ട് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ചേട്ടായിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നു, പക്ഷെ അവനത് ഇട്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം എന്നാ, അത് അവളുടെ കബോർഡിലായിരിക്കുന്നത്. നല്ലൊരു ക്യാപ്പ് ഉണ്ട്. കൊള്ളാവോ? അതിൽ ഇഷ്ടപ്പെട്ടു. എന്റെ ഉണ്ടായിരുന്ന ക്യാപ്പൊക്കെ ഇവിടെ കളിക്കാൻ പോയിട്ട് കൊണ്ടുപോയിട്ട് കളഞ്ഞു കേട്ടോ. ക്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു. നല്ലൊരു ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ അവര് കണ്ടതാ, നീയാണ് കാണാത്തത്. അടിച്ച് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മണ ആ റൂമില്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. അയ്യോ, അടിപൊളി ഒരു ഫാൻ ഉണ്ട്. കളിക്കാൻ പോകുമ്പോഴാ ഇന്ന് കളിക്കാൻ പോകുന്നുണ്ടേ. ഡ്രസ്സ് വേണം അത്യാവശ്യം കളിക്കാൻ പോകാൻ ഇടാൻ വേണ്ടി. വെച്ചോ. മഞ്ഞയും കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ മഞ്ഞ എന്നറിയപ്പെടുന്ന ഇവിടത്തെ നമ്മുടെ സ്കൂളിലെ +2 പെൺപിള്ളേരെല്ലാം 4 മണി വിടുമ്പോ പോകുമ്പോഴല്ലോ ഇവർ ഈ ബൈക്കിംഗ് കൊണ്ട് പോകും. എന്നും മഞ്ഞയായിരിക്കും. അന്നേരം ഈ മഞ്ഞയിൽ ഒരു കറുപ്പൊക്കെ ഉള്ളതുണ്ട്, ഒരു മഞ്ഞ തന്നെ ഉള്ളതുണ്ട്, ഒരു മഞ്ഞയും വെള്ളയും കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ 3 മഞ്ഞ കളറിലുണ്ട്. അന്നേരം ആ പിള്ളേര് പറയുന്നേ, മാളക്കുട്ടിയും +2 നല്ല പഠിക്കുന്നേ, എടി നിന്റെ ചേട്ടായിക്ക് മഞ്ഞ മാത്രമേ ഉള്ളൂ, മഞ്ഞ ചേട്ടായി അറിയപ്പെടുന്നത്. വീണ്ടും മഞ്ഞ. പക്ഷെ കൊള്ളാം. ഞാൻ ഓർത്തെ കളിക്കാനൊക്കെ പോകുമ്പോ ഇട്ടോണ്ട് പോട്ടെ എന്ന് ഓർത്തിട്ടാ. നീ ഉടുപ്പ് പൊക്കി പിടിക്കുമ്പോ അമ്മേനെ കാണത്തില്ല കേട്ടോ. നീ അവിടെ ഇരുന്നു. അതും ചൂടത്തൊക്കെ കളിക്കാൻ പോകുമ്പോ ഇടാനായിട്ട്. ഇതെല്ലാം അവരെല്ലാരും കണ്ടതാ. അവന്റെ സന്തോഷം ഒന്ന് കാണാനായിട്ട് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു. വീണ്ടും ഒരു പാനുണ്ട്. ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ ഇരുന്ന ഒരു പാന്റ് ഇവിടെ കളിച്ചിട്ട് ഇവിടെ കീറിങ്ങനെ, അതുകൊണ്ട് ഞാൻ ഈ വട്ടം തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അവിടെ ഇടാൻ പറ്റില്ലല്ലോ, കീറി ഇട്ടു നടക്കണം. പാനുണ്ട്. ഇതെല്ലാം കൊണ്ടുപോകണം അങ്ങോട്ട്. കുട്ടമ്മോന് കൊണ്ടുവന്ന ഒരു ബനിയൻ ഇച്ചിരി ടൈറ്റാ, അത് നീ കൊണ്ടുപോണേ. പിന്നെ രണ്ടെണ്ണമുണ്ട്. രണ്ടിനും 2 ഡിസൈനാ. ഇവിടെ വരുമ്പോഴും എല്ലാം കൊണ്ടുപോയിട്ടുണ്ടോ. ഇപ്പൊ ഇവിടെ വരുമ്പോ ഇടാൻ ഡ്രസ് ഇല്ല എനിക്ക്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്. അതങ്ങ് ബോധിച്ച് കൊണ്ടുവന്നതില് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ബോധിച്ചത് ഇത്. ഇഷ്ടം. അതെ, അത് നല്ല പാൻറ് കേട്ടോ, ഒരുപാട് പോക്കറ്റൊക്കെ ഉള്ള. ഞാനത് എടുക്കണോ വേണ്ടതെന്ന് കുറെ ആലോചിച്ചു. കാരണം ഒരു ഇച്ചിരി കൂടെ സൈസ് ചെറുതാണ് ഞാൻ നോക്കിയത്. ഇത് എനിക്ക് ഇത്തിരി വലുതായിരിക്കും. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ കെട്ടി വെക്കാൻ പറ്റുന്ന ആയതുകൊണ്ടാണ് അത് മേടിച്ചത്. അതാ മുഖം കാണും പറഞ്ഞു. അല്ലേലും
ഞാൻ ഓൾമോസ്റ്റ് മേടിക്കുന്നതൊക്കെ അവന്റെ ഒരു ടേസ്റ്റിനനുസരിച്ചാ. അത് നല്ല കളറാ. ഇത് കൊള്ളാം. അത് സൂപ്പറാ. നല്ല നല്ല മെറ്റീരിയൽ അതിന്റെ തുണി ഒരിക്കലും പോത്തില്ല. പെട്ടെന്ന് അങ്ങനെ കീറുന്ന തേക്കുന്നല്ല കേട്ടോ. നല്ല 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 മെറ്റീരിയലാ. എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ബനിയൻ എല്ലാം അടിപൊളിയാണേ, നല്ല കട്ടി. ഇതും കൊള്ളാം. നൈസാ, വെയിൽ തരാനായിട്ട്. ചൂടുള്ള സമയത്ത് ഇടാൻ വേണ്ടി അടിപൊളിയാ. പിന്നെ എനിക്ക് ഏറ്റവും വേണ്ടതാണ് ഈ സാധനം, സോക്സ്. കോളേജിൽ പോകുന്നുണ്ടേ ഇതിന് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ പിന്നെയും മേടിച്ചോണ്ട് വരണം. അപ്പത്തേക്കിന് ഇതെല്ലാം സെറ്റ് ആക്കും. ഞാൻ ഇവിടെ മേടിച്ചോണ്ടോ പോയെ, സോക്സ് വേണം. പിന്നെ വൈറ്റ് അല്ല കൊള്ളാല്ലേ. എത്ര ദിവസം കാണും അറിയത്തില്ല, ചെളിയും കരിമ്പനുമായിട്ട്. ഈ കളറുണ്ട് ഓൾറെഡി. സ്വന്തമായിട്ടുള്ള അലക്കല്ലേ ഇതൊക്കെ. ഈ കളർ ഇപ്പം കാണാം, ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഫുള്ള് കരിമ്പ്. അലക്കാനൊക്കെ പഠിച്ചു. നല്ല അപ്പൊ അത്യാവശ്യം 3-4 ടീഷർട്ട്, 3 പാന്റ്, പിന്നെ സ്പ്രേ, പിന്നെ കഴിക്കാനുള്ള നട്ട്സ് ബഡ്സ് ഒക്കെ എല്ലാം ഉണ്ട്. കുപ്പിക്കകത്ത് കുറച്ച് നട്ട്സ് ഈന്തപ്പോഴൊക്കെ കൊണ്ടുപോകണം, പിള്ളേർ നോക്കിയിരിക്കും. ബാഗ് തന്നോട്ടോ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ നിറയെ സാധനം. ഞങ്ങൾ റൂമീസ് ആര് നാട്ടിൽ പോയാലും എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരും. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് എന്തെങ്കിലും തിന്നാൻ വേണം. ഈ കളി കഴിഞ്ഞിട്ട് വരുമ്പോ അതല്ലേ എല്ലാ റൂമിലും അങ്ങനെയാടാ. ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചാലേ അതിന്റെ ഒരു ഇത് വരത്തുള്ളൂ. നമ്മൾ തന്നെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു രസം വരത്തില്ല. മനസ്സിലായോ? ഒരു മുട്ടായി കിട്ടിയുള്ളിൽ അത് 4ആയിട്ട് ഭാഗത്ത് കൊടുക്കുന്ന അത്ര സന്തോഷം വേറെ വരത്തില്ല. ഞാൻ എപ്പോഴും എന്റെ എന്തെങ്കിലും കാണും. അപ്പൊ അമ്മ ചോദിക്കും, ശ്രീകുട്ട വിശക്കുണ്ട് എന്തെങ്കിലും കഴിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് എന്റെ അതുപോലെ ചക്കവർത്തി മിച്ചം അതെടുത്ത് കൊടുത്തിട്ട് അതുള്ളായിരുന്നു. ചെല്ലുമ്പോ അമ്മക്ക് എന്തെങ്കിലും കാര്യമായിട്ട് മേടിച്ചോണ്ട് പോണം. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനിയിപ്പം കുട്ടുമ്പോനോടെ കുറച്ച് പണിയാണ്, അതൊക്കെ നമുക്ക് എന്താന്ന് നോക്കാം. എനിക്ക് സാധനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പം ഈ വെക്കേഷന് ചേച്ചി എന്നെ അങ്ങോട്ട് കൊണ്ടാൻ വേണ്ടി നോക്കിയതാണ്. എനിക്ക് ഈസ്റ്ററിന് 10-15 ദിവസം വെക്കേഷൻ ഉണ്ടാകുന്നല്ലോ. അപ്പൊ നമ്മുടെ സേറയ്ക്ക് കുഞ്ഞുണ്ടായി കിടക്കുവാണ്ട് കുഞ്ഞുങ്ങളെ കാണണോ അതോ ദുബായിക്ക് വരണോന്നൊരു ചഞ്ചലപ്പായിരുന്നു. കുഞ്ഞുങ്ങളെ കാണണോ എന്നൊരു ഇതായി പോയി. അപ്പം ഞാൻ അത് കൊറേ കുഞ്ഞുങ്ങളെ അങ്ങനെ ആദ്യത്തെ തൊട്ട് നമുക്ക് ഡെലിവറി പപ്പിയൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് അതുങ്ങളെ ഒന്ന് കുഞ്ചിക്കുകയൊക്കെ ചെയ്യാലോന്നോർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല ഞാൻ ചേച്ചി എടുക്കൂടെ പോവുള്ളൂ. കാരണം ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങ് വന്നായിരുന്നു നാട്ടിലോട്ട്. അപ്പൊ ഇനി വെക്കേഷൻ കിട്ടുവാണെങ്കിൽ 10 ദിവസം പോകണമെന്നൊക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ ഒരു വട്ടം കൂടെ പോവാം. അപ്പം നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങിയാൽ കൊറേ പണിയുണ്ട്. ഞാൻ വരുമ്പോ അറിയാലോ, ഒരാഴ്ച നമ്മൾ ടൈറ്റ്. കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ കണ്ടു. നമ്മ പറഞ്ഞപ്പോ തൊട്ട് കുട്ടമ്മോനാണെങ്കിൽ കല്ലും മണ്ണും എല്ലാം പറക്കി മാറ്റി ഒരു സൈഡിൽ നിന്ന് അങ്ങ് അടുക്കി പറക്കാൻ തുടങ്ങി കേട്ടോ. അയ്യോ, ഭാര്യയോടുള്ള സ്നേഹം. അയ്യോ, അതാണ് ഇവർക്ക് ഇപ്പോഴത്തെ സങ്കടം അതാ കേട്ടോ. ഇനി എന്നാ ചെയ്യൂന്നാ. ഞങ്ങൾ യാത്ര പോകും. അപ്പൊ ഞാൻ ചോദിച്ചു സേറാനെ എന്നാ ചെയ്യും. സേറാനെ ഞങ്ങൾ വണ്ടിയെ കയറ്റി ഇരുത്തി സേറാനെയും കൊണ്ട് പോകുന്നൊക്കെയാ പറയുന്നത്. പിള്ളേരെല്ലാം വീട്ടിൽ നിന്നിട്ടേ പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന കാരണം. അല്ല, ഞാനും അതാ പറഞ്ഞേ. കഴിഞ്ഞ ഒരു 29 വർഷമായിട്ട് ഇവരുടെ കൂടത്തെ എപ്പോഴും പിള്ളേരുണ്ട്. കാരണം അല്ല, കല്യാണം കഴിച്ച 1 വർഷം ഇവര് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ തൊട്ട് ഞാനിങ്ങ് വന്നു. പിന്നെ അങ്ങോട്ട് പിള്ളേരുടെ ബഹളമായി. പിന്നെ ഇപ്പൊ ഇത്രയും കാലം കൊണ്ട് ഈ ഞാൻ പോയപ്പോ അവനുണ്ട്, അവളുണ്ട്, അവൻ പോയപ്പോ അവളുണ്ട്. ഇപ്പം എല്ലാരും അങ്ങ് പോയി കഴിയുമ്പോ എന്ത് ചെയ്യും എന്നാണ് ഇപ്പോഴത്തെ ഒരു വലിയ ചർച്ച. വിട്ട അമ്മ ഇപ്പൊ കരയും. ശരി ബാബോ. അയ്യോ, രാവിലെ രണ്ടുപേരെ ഇറക്കി വിട്ടു കേട്ടോ. അയ്യോ മക്കളെ, ഇത്ര നേരം വല്ല കുഴപ്പമുണ്ടായിരുന്നു? ഒരു കുഴപ്പമില്ലായിരുന്നു. പപ്പാനെ കണ്ടപ്പോഴത്തേക്കും തുടങ്ങി കൂട് കഴിയില്ല. അതിന്റെ പപ്പാനെ മതി കേട്ടോ. പപ്പാനെ മതി. പപ്പാനെ മതിന്നല്ലേ. പപ്പ രാവിലെ ഇറക്കി വിട്ടിട്ട് കൂട് കഴുകാൻ വെള്ളം എടുക്കാൻ പോവാ. പപ്പാടെ പുറകെ പോകും. അവിടെ ചെല്ലും, വെള്ളം എടുക്കും. പപ്പ തിരിച്ചു വരുമ്പോ പപ്പയുടെ കൂടെ വരും.
പപ്പ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഭയങ്കര മേടെന്ന് വെച്ചാൽ ഭയങ്കര മേട് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ ചെറുക്കൻ കൊച്ചിന്റെ പേര് സീക്ക് എന്നാ കേട്ടോ, സീക്ക്. അവര് കൊണ്ടുപോകാനായിട്ട് ഓർഡർ വന്ന് അവിടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞത് സീഗ് എന്നാണ്, സീക്ക് പേര് കിട്ടു. പിന്നെ നമ്മുടെ ഒരു കുട്ടിയുടെ പേര് റോസി, ഒരു കുട്ടിയുടെ പേര് സിംബ. കണ്ണൂര് പോയ കുഞ്ഞ് റോസി, പിന്നെ മണിമലയല്ലേ, മണിമല പോയത് സിംബ. പിന്നെ എവിടെയാ നമ്മള് വിട്ട? പിന്നെ ഇവിടെ ആശുപത്രി പിടിക്ക് ഒരെണ്ണം പോയത്, അതിന് അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അവർ ഇവിടെ വന്ന് എടുത്തിട്ട് പോയത് കേട്ടോ, ഡയറക്റ്റ് വന്ന് എടുത്തിട്ട് പോയത്, അതുകൊണ്ട് അറിയത്തില്ല, അവരുടെ കോണ്ടാക്ട് ഇല്ല. പിന്നെ ഒരെണ്ണം പോയത് മലപ്പുറം പോയത് അതിന്റെ പേരിട്ട നമ്മളോട് പറഞ്ഞില്ല. ആണോ? ഇവരൊക്കെ കറക്റ്റായിട്ട് നമ്മളെ ഇൻഫോം ചെയ്തു പേര് ഇന്ന ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. മലപ്പുറം പോയവരും കൂടെ പറയണം കേട്ടോ നമ്മുടെ കുഞ്ഞിന്റെ പേരിനത്. അതെ അതെ. രാവിലെ 3 പേരെ ഇറക്കി വിട്ടേക്കുമായിരുന്നു. അപ്പൊ കൂടൊക്കെ കഴുകി ഫുഡൊക്കെ കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് റെസ്റ്റ് എടുക്കും കേട്ടോ. ഒയ്യോ, ഇവിടെ കളി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ കണ്ടം പൂട്ടി പോകാതിരി ചെളിയും പിടിപ്പിച്ചോണ്ടാ വന്നത്. ഇപ്പൊ എന്നിട്ട് കേറി കിടന്ന് മടുത്ത് ക്ഷീണിച്ച് ടയേർഡായി കിടന്നുറങ്ങും. ഒരു അരമണിക്കൂർ അപ്പൊ അയച്ചു വിട്ട് കഴിഞ്ഞാണല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, കുഞ്ഞുങ്ങളല്ലേ. അപ്പൊ കുറച്ചു നേരം പപ്പട പുറകെ നടക്കും. പിന്നെ ചേച്ചിയുടെ ചെരുപ്പ് എടുത്തോണ്ട് പോക്കാം പരിപാടി കേട്ടോ. ചെരുപ്പ് എടുത്തോണ്ട് എടാ ഇവിടെ വേടാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് രണ്ടും കൂടെ വില്ല് വിട്ട മാതിരി ഓടി. അത് പറമ്പിലും കണ്ട് കൊണ്ട് വെച്ചേക്കുവാ. ഇനി അടുത്തോട്ട് അയച്ചു വിടുമ്പോ എടുത്തോണ്ട് വരുള്ളൂ. ഒരു തല്ല് കൊടുത്താൽ ചിലപ്പോ സെറ്റാണേ, ഒന്ന് തല്ല് കൊടുത്താൽ പിന്നെ എടുക്കത്തില്ല. പക്ഷെ തല്ലാൻ തോന്നത്തുമില്ല, അതാണ് പ്രശ്നം. കുഞ്ഞല്ലേ. ഇപ്പൊ രാവിലെ കുട്ടമ്മോൻ ഓൺ ഡ്യൂട്ടിയിലാണ്. കഴിഞ്ഞ ദിവസം പെരയുടെ പുറകെ ഒരു ചെറിയ പാമ്പിനെ കണ്ടു, അതുകൊണ്ട് ഫുള്ള് ക്ലീനിങ് കേട്ടോ. എല്ലാം ചെറിയ പാമ്പാ, സ്ഥിരമുള്ളോ. അതിങ്ങനെ വെള്ളമൊക്കെ കുടിക്കാനായിട്ടേ, കൊടുമ്പാനിലല്ലേ, ഈ പൊത്തിനകത്തിരിക്കുമ്പോ ആവി കൂടും. ഈ മഴയും കൂടെ പെയ്തോണ്ട് അന്നേരം വെളിയിൽ ഇറങ്ങുന്ന അമ്മ അർണമാല കണ്ടാലും ഓടി അടുക്കള കയറും. അതുകൊണ്ട് പിന്നെ പപ്പ അതെങ്ങനെയോ പപ്പ ഏതൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കുട്ടേട്ടോ കുട്ടേട്ടോ ഒറ്റ അലർച്ചയാ. കറണ്ട് അടിച്ചിട്ടേ, കറണ്ട് അടിച്ചാ എങ്ങനെയാണോ വിളിക്കുന്നത്? കറണ്ട് അടിച്ചാൽ കാറാൻ പറ്റുമെന്നാ പറയുന്നത്. ചിലർക്ക് കാറാം. ഇപ്പൊ മോളമേ എങ്ങനെയാ അങ്ങനല്ല, അമ്മ പാമ്പിനെയോ അരണേനെയോ ഒക്കെ കാണുമ്പോ അമ്മയ്ക്കൊരു പ്രത്യേക സൗണ്ടാ. ആ സൗണ്ട് നമുക്ക് അറിയാം അമ്മ അതിനു വേണ്ടി വിളിക്കുന്നത്. അല്ല, കവറി വെച്ചിട്ട് കാര്യമില്ല, അത് ശോഷിച്ച് നിക്കുന്നു. നമുക്ക് ഇവിടെയൊക്കെ കൊറേ പണിയുണ്ട് കേട്ടോ. പപ്പ കുറച്ച് സമയം കിട്ടുന്നല്ലേ ചെയ്യുന്നേ ഉള്ളൂ. മഴയ്ക്ക് മുമ്പ് ഈ മണ്ണെല്ലാം കോരി നമുക്ക് പറമ്പ് ഇടണം, മണ്ടയിലോട്ട് കയറ്റി ചെടിയെല്ലാം അപ്പുറത്തോട്ട് മാറ്റണം. കൊറേ കാര്യങ്ങളുണ്ട്. പച്ചമുളക് വേണോ അമ്മയ്ക്ക്, അതോ പറിക്കണോ? പിന്നെ കഴിഞ്ഞ ദിവസം കമന്റിലൂടെ കാന്താരി ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല 1 കിലോ കാന്താരി കൊടുക്കാനുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നത്. 1 കിലോ ഉള്ളൂ കേട്ടോ. 1 കിലോ ആണ് കറക്റ്റ് കാന്താരി. പഴുത്തത് നമുക്ക് അയക്കാൻ പറ്റില്ല. അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അത് ഇതായി അവിയും, കേടായിപ്പോ. അതുകൊണ്ട് പച്ച തന്നെയാണ് 1 കിലോയ്ക്ക് പറിക്കാറുണ്ട്. കാന്താരി കൊടുക്കാനുണ്ട്. പുതുമഴയൊക്കെ പെയ്തപ്പോൾ ഞങ്ങൾ ചെറിയ കൃഷിയും പരിപാടിയൊക്കെ തുടങ്ങി. വെള്ളത്തിന്റെ ക്ഷാമം കാരണം നമ്മൾ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എന്തായാലും ഇപ്പം ഇനി 5-6 പയറൊക്കെ നടണം. നല്ല 1-ാം തരം വഴുതനങ്ങ പപ്പാടെ മക്കള് പറിച്ചിട്ടേക്കുന്ന കേട്ടോ. പഴുത്ത് ഒരു ദിവസത്തെ കളിയാണ് ആ കാണുന്നത്. ഇത് വിത്തിന് കൊള്ളാം, ഇഷ്ടം പോലെ വിത്തിന് എടുക്കാം. അത് ഈ ഇവന്മാരെ അഴിച്ചു വിടുമ്പോ, പട്ടിക്കുഞ്ഞുങ്ങളെ അഴിച്ചു വിടുമ്പോ ഇങ്ങോട്ടേക്ക് ഒരു വിരവുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റത്തേക്കിന് ഒരു അനക്കമില്ല. ഈ കുഞ്ഞു പിള്ളേരുടെ അനങ്ങാതിരിക്കത്തില്ലേ, ആ അവസ്ഥയാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നറിയാം, ഇതിന്റെ എല്ലാം ചോട്ടിക്കൂടെ നടന്ന് കൈ വെച്ച് തല്ലിപ്പറിക്കുന്നു, കടിച്ചു പറിക്കുന്നു, അങ്ങനെ പറിച്ചിട്ടേക്കുന്നതാണ് ഇതെല്ലാം. പപ്പ വളർത്തുന്നതായതുകൊണ്ടാണോ എന്നറിയത്തില്ല, വികൃതി ഒരു ഇത്തിരി കൂടുതലാണ് എന്റെ കൂടെ. ഏതായാലും കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ കൊണ്ടുപോയപ്പോ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എല്ലാം കൂടെ നമുക്ക് വളർത്താനുള്ള സെറ്റപ്പും ഇല്ല, അത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ ഞാനും മോളമ്മേ നല്ല രീതിയിൽ അതിനെയെല്ലാം നോക്കി. ഇതിപ്പം പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ 2 കിടപ്പുണ്ട്. 2 ഓർഡർ ആയതാണ്. ഓർഡറിന്റെ പൈസയും കിട്ടിയതാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഞാനും മോളമ്മേ ഒരുപാട് അതിന്റെ പിന്നിൽ കഷ്ടപ്പെട്ടു. 7 കുഞ്ഞുങ്ങളെ നോക്കിപ്പിറക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാട്ടോ, നല്ല ഒരു പണി തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അറിവാകും തോറും നമ്മുടെ തീറ്റയും കാര്യങ്ങളും ഒക്കെ മാറ്റി കൊടുക്കണം. ഇവിടെ ഞാൻ അവന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മീൻ കൊടുക്കാം, മുട്ട കൊടുക്കാം,
ചിക്കൻ കൊടുക്കാം, ഉം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം. നമ്മൾ ഈ കൊടുക്കുക തരാത്തത് വെളുത്തുള്ളിയും സവോളയൊക്കെയാണ്. അല്ല, വെളുത്തുള്ളി അല്ല, സവോള കൊടുക്കല, സവോള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കരുത്, തക്കാളി. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ 3 നേരം നല്ലപോലെ തീറ്റ കൊടുക്കുന്നുണ്ട്, മുട്ടയായിട്ടും. പാല് മാത്രം നമ്മൾ പാല് കൂടി നിർത്തി കഴിഞ്ഞാൽ പശുവും പാലൊരു 4-5 ദിവസം കൊടുക്കുള്ളൂ. പാല് കൊടുത്ത വരെയാന്ന് പറയുന്നത്. വരയുടെ ശല്യം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ഇപ്പം മുട്ടയും ഒക്കെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. മുട്ട, മീന്, മത്തി വലിയ ഇഷ്ടമാണ്. പിന്നെ ചിക്കനും ചോറും. അങ്ങനെ 3 നേരം ഓർഡർ അനുസരിച്ചൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പായേട്ടാ ഭയങ്കര അറ്റാച്ച്മെന്റ് കേട്ടോ. ഇനിയിപ്പോ ഇവരെയും കൂടെ കൊണ്ടുപോയി കഴിയുമ്പോൾ വിഷമമായിരിക്കും. ഇത്രയും ദിവസം ഒച്ചയും ബഹളമൊക്കെ ഉണ്ടെങ്കിലേ പപ്പ ഇറങ്ങി കഴിഞ്ഞു പപ്പ മൈൻഡ് ചെയ്യുന്നില്ല കണ്ടു കഴിഞ്ഞാൽ അന്നേരം കുരയ്ക്കും, വിളിക്കും. പിന്നെ സേറയ്ക്കും പ്രത്യേക പരിചരണം കൊടുക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളുടെ പാലുകൂടി എല്ലാം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ രോമമൊക്കെ ശരം പൊഴിഞ്ഞു. അപ്പൊ അതിന് പുള്ളി ഒരു ടോണിക്കൊക്കെ തന്നു, ഡോക്ടർ തന്നു. അതിന് 300 രൂപയ്ക്ക് മോളി വിലയായി. അത് നോർമലാ കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ അല്ലെങ്കിലും പട്ടികൾക്ക് ഡോഗ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോ വർഷത്തിൽ 2 വട്ടം ഷെഡിങ് ഉള്ള ഈ ഇത് ഉണ്ടാകും. അപ്പഴത്തേക്കിന് പിന്നെ അപ്പൊ നല്ല രോമം ഉണ്ടായി വരാനായിട്ട് ടോണിക്കുണ്ട്. അപ്പൊ അതൊക്കെ കൊടുക്കും. ഇത് കൊഴിഞ്ഞിട്ട് വരുന്ന രോമം നല്ല ഹെൽത്തി ആയിട്ട് ഉള്ള രോമം വരും. നമ്മുടെ കോഴി മുട്ടയിട്ടമ്മേ, കോഴികളെല്ലാം മുട്ടയിട്ടു. അപ്പോൾ എനിക്കും മോളമ്മയ്ക്ക് ഇവർ പോയെന്ന് പറഞ്ഞാലും പിള്ളേർ ആര് പോയാലും ഞങ്ങൾക്ക് നല്ല അധ്വാനമുണ്ട്. നമ്മൾ ചുമ്മാ ഇരിക്കുമെന്നല്ല. എൻ്റെ ഒരു സുഹൃത്ത് കടയെന്ന് കണ്ട പറയുക, നീയൊക്കെ എന്നാ യോഗം ഉള്ളവനാണ്, ചുമ്മാ വീട്ടിൽ ഇരിക്കുമല്ലോ. നമ്മൾ ഈ പട്ടിയെയും മുയലിനെയും കോഴിയെയും പിന്നെ ഇതിന് ചുറ്റുവട്ടവും വീടിൻ്റെ പരിസരവും നോക്കി അതിനിടയ്ക്ക് നമ്മളൊരു വീഡിയോ എടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ സമയം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്ത് പിന്നെ മോളമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഇനിയിപ്പം മഴക്കാലത്തേനുള്ള വിറകുകൾ കുറെ കീറി വെക്കണം. കാരണം നമ്മൾ ഈ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ തീറ്റ ഉണ്ടാക്കുന്നതിനെ കോഴിക്കൊക്കെ വേവിക്കണമെങ്കിൽ വിറക് സ്റ്റൗവിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലവ് വരും. ഒന്നും താങ്ങാൻ പറ്റില്ല. നമ്മൾ 10 രൂപ മിച്ചം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ നല്ലപോലെ അധ്വാനിക്കണം. ഇപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റ് ഞങ്ങൾക്ക് ശകലം പൈസയൊക്കെ കിട്ടി. അതൊക്കെ ഞങ്ങളുടെ 2ന്റെ അക്കൗണ്ടിലൊക്കെ ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. 2ന്റെയും ഇല്ലെങ്കിലും എൻ്റെ അക്കൗണ്ടിലുണ്ട്. അതല്ല, അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കിട്ടുന്ന പൈസ ഒന്നും കളയാതെ കൊണ്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ, ഒരു ആവശ്യം വരുമ്പോ എന്തിനേലും ഒക്കെ എടുക്കാനും ഒക്കെ ആയിട്ടേ. ശരാശരി ഞങ്ങള് ഇവിടെ ഇരുന്ന് പറഞ്ഞാല് ഒരു 100-300 രൂപയ്ക്ക് പണിയുന്നുണ്ട് ദിവസം ഡെയിലി. നമ്മള് തൊഴിലുറപ്പിന് പോകുന്ന ഒരു ശമ്പളം നമ്മൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. പച്ചക്കറി ഞങ്ങൾ കുറെ വിറ്റായിരുന്നു. മുയലും കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിൽക്കുന്നുണ്ട്. പിന്നെ കോഴി കുഞ്ഞുങ്ങളെ ഞങ്ങൾ കുറെ വിറ്റായിരുന്നു. മുട്ട കുറേ വിറ്റായിരുന്നു. ഇപ്പോൾ ഒരു 6-7 കോഴിയേ ഉള്ളൂ. അപ്പൊ നമ്മള് പല പണികൾ ചെയ്യുമ്പോ നമ്മൾ ആര് നോക്കിയാലും നമ്മൾ വീട്ടിലിരിപ്പുണ്ട്. പക്ഷെ പല പണികൾ ചെയ്യുന്നോണ്ട് നമുക്ക് നേരം ഞാൻ ഈ ക്യാമറ നോക്കുമ്പോ രാവിലെ ഇങ്ങനെ ക്യാമറ നോക്കുമ്പോ കാണാൻ പറ്റും കേട്ടോ. ഒരു ദിവസം ഈ മീറ്റത്തൂടെ ഇവർ എത്ര വട്ടം നടക്കുന്നുണ്ടെന്ന് അറിയാവോ? പട്ടിക്കുഞ്ഞിന് തീറ്റ എടുത്തോണ്ട് പോകും, പിന്നെ സേറയ്ക്ക് എടുത്തോണ്ട് പോകും, പിന്നെ വെള്ളം നമുക്ക് അവിടെ നന്നെ പിടിച്ചോണ്ട് പോകണം, അല്ലെ ഇവിടെ നിന്ന് കോരിക്കൊണ്ട് പോകണം. അപ്പൊ അത് നല്ലൊരു പണിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവന്മാര് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ പുറകെ ഓടണം. കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോകണം. നമ്മുടെ ചെടിയുടെ പുറകിൽ നല്ല അധ്വാനമുണ്ട്. വേനലാണെങ്കിൽ നമ്മൾ അതിന് 2 നേരം നനച്ചു കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും അതിൽ നിന്നും നമുക്കൊരു വരുമാനം കിട്ടി കേട്ടോ. കുറേ ആൾക്കാർക്ക് നമ്മൾ ചെടി വിറ്റു കുറേ പൈസ നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടി. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടും ഉള്ളെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. ഇനിയിപ്പോൾ കൊച്ചുകൂടെ പോയി കഴിഞ്ഞാൽ, കൊച്ചിപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ കൊച്ചുകൂടെ പോയാലും ഞങ്ങൾ ഇങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സമയം പോകും. ഇവിടെ നേരം വെളുക്കുന്ന സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. നമ്മൾ എണ്ണീറ്റു ഒരു ചായ കുടിച്ചു, അല്ലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, 2 പാത്രം കഴുകി, അല്ലെ അങ്ങോട്ട് പോയി പട്ടിക്കുഞ്ഞിനെ ഒന്ന് കണ്ടു, കോഴിക്കോട്ടിലോട്ടൊന്ന് പോയി, തിരിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്ക് വൈകുന്നേരം ആയി. അതാണ് പ്രശ്നം. എന്തായാലും എല്ലാവർക്കും ചെയ്യാവുന്ന ചെറിയ ചെറിയ പരിപാടികളാണ് കേട്ടോ. മുയല് കോഴിയൊക്കെ നമ്മുടെ വീട്ടിലെ നമുക്ക് ചെറിയൊരു വരുമാനം, പെണ്ണുങ്ങളൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് നല്ലൊരു വരുമാനം തന്നെ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് മടങ്കാര കൊണ്ടുപോയി. മഠത്തിലെ സിസ്റ്റർ വന്ന് കൊണ്ടുപോകാൻ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ സിറ്റിക്ക് പോയപ്പം സിസ്റ്ററും പള്ളി കഴിഞ്ഞ് വരുന്നു. അപ്പോൾ ഞാൻ പയ്യെ ബൈക്ക് സ്ലോ ചെയ്ത് എന്നോട് ചോദിച്ചു കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ ഇറക്കുന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 2 നല്ല ഇനം മുയലിനെ തരണം. അവിടെ മുയലുണ്ട്. അത് നമ്മൾ പണ്ട് കൊടുത്ത മുയലിന്റെ അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല സഹകരണമുണ്ട്. തന്നല്ല നമുക്ക് ഇതൊക്കെ വിറ്റഴിക്കാനുള്ള ഒരു വിപണിയും കൂടെ ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കാനും മുട്ടയൊക്കെ വിൽക്കാനും ഒക്കെ ഉള്ള വിപണിയും കൂടെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. വലിയ ലാഭമൊന്നും കിട്ടിയാൽ തീരെ ചിലവൊക്കെ പോയിട്ട് എങ്കിലും നമുക്കൊരു 10 രൂപ ഡെയിലി എടുക്കാൻ കാണും കയ്യിൽ. കയ്യാലും കാലും മണ്ണും ചെളിയെല്ലാം പറ്റും. എപ്പോഴും മുഷിഞ്ഞ വേഷമായിരിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് 2 പേർക്കും അതിന് പ്രശ്നമില്ല.
എല്ലാം ചെയ്യാനും തയ്യാറാണ്. അത് പിന്നെ നേരത്തെ തൊട്ട് അങ്ങനെ ചെയ്തു പഠിച്ചേക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വെള്ളം ഇല്ലാഞ്ഞിട്ടാ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കുളം കുത്തി കുളത്തിൽ കുറച്ച് മീനെയൊക്കെ ഇട്ട് കൊടുത്തേനെ. മീൻസ് ഇവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയാണ് ഇഷ്ടം. അതിനുള്ളൊരു സെറ്റപ്പ് അങ്ങ് ഉണ്ട്. നമുക്ക് അതിനുള്ള സ്ഥലമില്ല കേട്ടോ. സ്ഥലമില്ല. ഇവിടെ നമുക്ക് അപ്പുറത്തോട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അത് മേടിച്ചാൽ തന്നെ ഇവിടെ വെള്ളത്തിന് ക്ഷാമമാണ്. അപ്പൊ നമ്മള് ചുമ്മാ അങ്ങനെ മേടിച്ച് കൂട്ടിയിട്ടിട്ടും കാര്യമില്ല. നമുക്ക് പ്രയോജനപ്പെടണം. ഇപ്പൊ ആറ്ററമ്പിലല്ലേ, ആറിന്റെ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥലം മേടിച്ചാല് മറ്റേ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം ഇവിടെ. അതുകൊണ്ട് നമുക്ക് മേടിച്ചിടാനും പേടിയാ. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പം റിസോർട്ടിന് ആൾക്കാർ വരുന്നുണ്ട്, റിസോർട്ട് പണിയാൻ. കാരണം ചുറ്റോടി ചുറ്റും വെള്ളം കിടക്കുന്ന ഈ പെരിയാറും തൂക്കുപാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് റിസോർട്ടുകൾ ഇത് ഇവിടെ ഷൂട്ടിംഗ് നടക്കും കേട്ടോ ഇപ്പൊ. അപ്പൊ റിസോർട്ട് പണിയാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ വില കിട്ടും. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ റോഡൊക്കെ ഉണ്ടാക്കും, വലിയ റോഡൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ നിസ്സാരമായിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ പുരോഗമനമൊക്കെ ഭാവിയിൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. നമ്മളെന്തായാലും നമ്മൾ ജനിച്ചു വീണ വളർന്ന മണ്ണായതുകൊണ്ട് നമ്മളത് വിൽക്കാൻ പോകുന്നില്ല, ഇവിടെ തന്നെ കാണും കേട്ടോ. ഇന്നലെ റബ്ബർ കോട്ട് വെച്ചേക്കുന്ന ആടും അതിന്റെ ഇത് ഉരുക്കി എടുക്കാടോ സാധനം. ആ എന്നാ കിട്ടിയല്ലോ ഇപ്പൊ ആക്രിക്ക് കൊടുക്കണം. 5 പൈസ കയ്യിലാക്കണമല്ലോ, അതിന്റെ അവിടെ നടക്കുക. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്, എല്ലാം ആക്രിക്ക് ഇവർക്ക് കൊടുത്താലോ. ആക്രിക്ക് കൊടുക്കാൻ പറ്റിയ ഒരാളുണ്ട്, ഞാൻ കാണിക്കട്ടെ. ഇത്ര നേരം ഞാനും എന്റെ കെട്ടിയവരും കൂടെ അങ്ങ് സന്തോഷിച്ച് നിൽക്കൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ പറയാം ആക്രിക്ക് പറക്കി കൊടുക്കണം. എല്ലാരും കൂടെ കൂടുമ്പോ ഒത്തിരി നേരം ഒന്നും വേണ്ട. നമ്മ പറയും ഈ ഞുള്ളിപ്പറിച്ച് വരുമ്പോഴത്തേണ്ടോ ദിവസം എടുക്കും. ദിവസം ഇതിന്റെ അകത്ത് നിന്ന് എന്നെ കാണത്തില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കാം, ഇങ്ങനെ നോക്കാം. എന്നാലേ ഇതിന്റെ ഈ കാന്താരി എന്തോരം കാന്താരി പറിച്ചിരിക്കുന്നുണ്ടോ. മറ്റേ കിളിയില്ലേ, ഇരട്ടത്തലച്ച കിളിയില്ലേ, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എത്രയാണോ ഇതിന്റെ മണ്ട വന്നിരുന്നത് കൊത്തിപ്പറിച്ച് തിന്നുന്നറിയോ. ഇതേ കുഞ്ഞി കാന്താരിയാ, ഇത് കണ്ടോ, ഉള്ളൂ. നല്ല എരിവാ. ഇത് നല്ല എരിവാണ്. ഞാൻ വന്നിട്ട് തിന്ന് എന്ന് തന്നെ ഇവര് വഴക്കാ കേട്ടോ, ഒത്തിരി തിന്നലെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ, പറിച്ചെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയും 2 മണിക്കൂർ എല്ലാരും കൂടെ കൂടിയാ. ഇതുപോലെ ഒരു 2-3 അടുത്ത് നിപ്പുണ്ട്. ഇതെല്ലാം കൂടെ പറിച്ചു വരുമ്പോഴത്തേനും സമയം എടുക്കും. നല്ല സമയം എടുക്കും. 5-6 പറിച്ചു. ഞാൻ ഇട്ട കൊടി, എന്റെ കൊടി ഇതെന്റെ കൊടി കേട്ടോ, കാഴ്ചക്കുന്ന കൊടി. അപ്പുറത്ത് ഇച്ചിരി വലിയതുണ്ട്, അതിന്ന് പറിക്കാം അല്ലേ. വലിയ കാന്താരി പറിക്കാം. കാന്താരി പറിക്കാണോ വന്നേ? അല്ല, ചീര പറിക്കാം. പിന്നെ പറയും ഇപ്പം പറിച്ചല്ലോ കുറച്ച്. കുട്ടമ്മോൻ ചേനയൊക്കെ നട്ടിട്ട് മുളച്ച് നിൽക്കുന്നുണ്ടോ, ചവിട്ടി കളഞ്ഞേക്കല്ലേ. അതെ, കുഞ്ഞ് കമ്പൊക്കെ കുത്തി വെച്ചേക്കുന്ന. കുട്ടമ്മോന്റെ ഒരു കോഴി ചാടിപ്പോയി. ആ കോഴി വന്ന് എല്ലായിടവും ചെകഞ്ഞ് ഇതിന്റെ മറ്റേ ഇതിന്റെ പൂമ്പുണ്ടല്ലോ അതൊക്കെ തിന്നു. പൂവൻ കോഴി കേട്ടോ, ഇച്ചിരി വില്ലനാന്ന് തോന്നുന്നില്ലേ. കൊത്തുവോ കൊത്തുവോ? മുട്ട ഇടുന്നുണ്ടോ 2 പൂവൻ കോഴി ഉണ്ടല്ലേ? 3 പൂവൻ കോഴി ഉണ്ട്. 2 കോഴി തീറ്റ കൊടുത്തില്ല, തീറ്റ കൊടുക്കാത്തോണ്ട് ഇങ്ങനെ വിരകി നടക്കുന്നത്. പൂങ്കോഴി എല്ലാത്തിനും കൊത്തുന്നുണ്ടോ തോന്നുന്നു. തലയിലൊന്നും പപ്പൊന്നും ഇല്ല കൊത്തിയിട്ട്. കഴിച്ച പപ്പില്ലാത്ത കോഴി, നാടൻ കോഴി ടൈപ്പ് അല്ലേ? 2 ഒരു പെടച്ചിയുണ്ട്. ഭയങ്കര പൊക്കമാണേ ഈ പൂവനല്ലോ, ഭയങ്കര പൊക്കം. അതിന്റെ കാര്യമുണ്ടോ? കണ്ട് കോഴി കൃഷിയൊക്കെ ഊറ്റായിട്ട് നോക്കുന്നുണ്ട് അമ്മയാട്ടോ. അമ്മ നോക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്ത പരിപാടി എല്ലാം പക്കയായിട്ട് നോക്കിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ക്ഷീണമൊന്നുമില്ലല്ലോ കോഴിക്ക്? ഇല്ലില്ല. എന്നാ കോഴിക്ക് ക്ഷീണമുണ്ടോ ഇല്ല എങ്ങനെയാ? ഇനിയിപ്പം ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണോ? എടാ എന്നോട് ഇന്നലെ ചോദിച്ചു കോഴിക്ക് ക്ഷീണമുണ്ടോ. മനുഷ്യന് ക്ഷീണമുണ്ടോ എന്ന് നോക്കിയാ പറയാം, വല്ല പട്ടിക്ക് പൂച്ചയാണെങ്കിൽ നോക്കിയാ പറയാം. ഇതിന് ഞാൻ എന്നാ പറയുന്നത്? കോഴി, ആട്, പശു, പട്ടി ഇതിനൊക്കെ ആഹാരം കൊടുത്താല് അതിന് ക്ഷീണം വരികയില്ല. പിന്നെ അമ്മ ഈ ക്ഷീണമുണ്ടോ നോക്കാൻ പറഞ്ഞ എങ്ങനെയാ? കാലും കൈ ശോഷിച്ചിട്ടുണ്ടോ നോക്കണോ? അങ്ങനെയല്ല, പിന്നെ നല്ലോണം രോമം കൊഴിഞ്ഞിട്ടുണ്ടോ നോക്കണോ? വളർന്നിട്ടുണ്ടോ? നീ പോയപ്പോ ഇത്ര ഉള്ളായിരുന്നു, അതിൽ ഇച്ചിരി കൂടെ പൊക്കം വെച്ചിട്ടുണ്ടോ, ഇച്ചിരി കൂടെ വണ്ണം വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാ നോക്കുന്നത്. ഓ അതാണ്. ബാ, നമ്മൾ ഇപ്പൊ കേറി വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേലിച്ചീര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പറിച്ച് ഉച്ചക്കത്തിന് തോരൻ വെക്കണം. അതിനു വേണ്ടിയാണ് വന്നത്. പക്ഷെ ഇവര് വന്ന പണിയല്ല ചെയ്യുന്നത്. അതെ, എനിക്ക് കാന്താരി ഇമ്പോർട്ടന്റ്. ഞാൻ അത് പറിച്ചു. ഇത് കാന്താരി പറിക്കുന്നു, വേറെ എന്തൊക്കെയോ പരിപാടിയാ. കാന്താരി ഇട്ട് ചീരത്തോരൻ വെച്ചാൽ മതി കേട്ടോ അമ്മ.
വള്ളി അതും ഇതും എല്ലാം കൂടെ കയറി കിടക്കുന്നുണ്ട്. പാടാട്ടോ പറിച്ചെടുക്കാൻ. ഇടയ്ക്കൂടെ കയറി കിടക്കുന്നത്. അതുകൊണ്ട് കത്തിയും കൂടെ എടുക്കണ്ട, നമുക്ക് ഒടിച്ചെടുക്കാം. ഈ ചീര എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് 2 മുട്ട അങ്ങോട്ട് പൊട്ടിച്ച് വറക്കണം. വറുത്തിട്ട് ചീര പറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് ഇളക്കി എടുക്കുവാണെങ്കിൽ അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. ഇങ്ങനത്തെ ചീര എല്ലാവർക്കും ഉണ്ടോന്ന് അറിയത്തില്ല. നല്ല ഗുണമുള്ള കേട്ടോ. നല്ല ഗുണമുള്ള ചീര. ചീരയൊക്കെ കഴിക്കണമെങ്കിൽ ചീരയൊക്കെ നല്ല ഗുണമുള്ള. അതിന്റെ കിളിയിൽ ഒടിഞ്ഞു പോയില്ല, അതും കൂടെ തളത്ത ഇലയും കൂടെ പറിച്ചെടുക്കാം. ഇത് പറ്റി കഴിയുമ്പോൾ ഇച്ചിരി അല്ലേ കാണൂ. ഇത്തിരിയേ ഉള്ളൂ. നമ്മുടെ അപ്പുറത്തെ പറമ്പുകാരൊക്കെ ഒരുക്കിയിട്ടേക്കോ അവരതിന് നടാൻ വേണ്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോ ആരോമാന്റെ അടുക്കെ പോയായിരുന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഈയിടെ സിറ്റിക്ക് പോയപ്പോ അവനെ കണ്ടായിരുന്നു. ആണോ? എന്നും ഗാനമേളക്കൊക്കെ പോകുമ്പോ കാണുന്നായിരുന്നു. ഈ പ്രാവശ്യം കണ്ടില്ല. കയറി ഇരിക്കുവായിരിക്കുവേ. ഒത്തിരി ദിവസമായി അവർ ഇങ്ങോട്ട് വന്നിട്ടും. ഒരാള് ചീരയൊക്കെ പറിച്ചോണ്ട് വരുന്നുണ്ട്. കാന്താരി ഉണ്ട് കറി വെക്കാൻ വേണ്ടി. ഞാന് കഴിഞ്ഞ ദിവസം അമ്മയോട് പറഞ്ഞ നമുക്ക് പറിച്ചാലെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു അവൻ വരുന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമാന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാണ് നല്ല മുട്ടൻ ചിക്കി കാന്താരിയും ഇട്ട് ഇതങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട സാറേ. ഒരാള് കാന്താരി പറിക്കാൻ വേണ്ടി പഴുത്ത മാത്രം പറിച്ചു കേട്ടോ. കിളി തിന്നു ഓർത്തിട്ട് പഴുത്ത മാത്രം പറിച്ചിട്ട് പോകും. പച്ച നിപ്പുണ്ട് നമുക്ക് 1 കിലോ കൊടുക്കാൻ വേണ്ടി. പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. അതെ, അച്ഛമ്മ കപ്പളങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട്. കപ്പളങ്ങ കൂടി തരട്ടെ? ഒരു കഷ്ണം പോള് ദാക്കുണ്ട്. ആണോ? എന്തേലും കഴിച്ചിട്ട് പോട്ടെ. ഇവൻ വന്നത് പിന്നെ ഇവനിങ്ങനെ എന്റെ പുറകെ നടന്ന് ഓരോന്നോരോന്ന് ചെത്തി തരുമോ പുളി തരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ എല്ലാം പെറുക്കി കൊടുക്കും. മാങ്ങാപ്പഴം ഇരിപ്പില്ലേ? മാങ്ങാപ്പഴം അതും ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക.